ബഹുമാനിക്കണമെന്ന് ഈശോ മിശിഹ ആഗ്രഹിക്കുന്നു. എൻ്റെ നാമത്തിൽ ഒരു പാനപാത്രം പച്ചവെള്ളം കുടിക്കുവാൻ കൊടുക്കുന്നവനെ അവൻ്റെ പ്രതിഫലം നഷ്ടമാകുകയില്ല എന്ന് ഈശോനാഥൻ അരുളിച്ചെയ്തിട്ടുണ്ട്. ഇപ്രകാരമെങ്കിൽ ലോകപരിത്രാതാവായ ക്രിസ്തുനാഥൻ്റെ ഭർത്തൃപിതാവ് ആയ മാർ ഔസേപ്പിനോട് ഈശോ എത്രമാത്രം പ്രതിഫലം നൽകുവാൻ കടപ്പെടുന്നു. ദിവ്യകുമാരൻ്റെ ഭർത്തൃപിതാവ് എന്നുള്ള നിലയിൽ മാർ ഔസേപ്പ് ഈശോയുടെ നാമത്തിൽ മറ്റുള്ളവർക്ക് നൽകിയത് മറ്റുള്ളവർക്കല്ല നൽകിയത്, മറിച്ച് ഈശോയ് മിശിഹായ്ക്കു തന്നെ. ജീവിതകാലം മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ നൽകി അവിടുത്തെ പൈതൃകമായ വാത്സല്യത്തോടെ പരിപാലിച്ചു വന്നതിനാൽ വന്യപിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഈശോ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് അഭിമാനിക്കാം. കൃതജ്ഞത മാനുഷികമായ ഏറ്റവും വലിയ ചുമതലയാണ്. ഈശോനാഥൻ കൃതജ്ഞത ആവശ്യപ്പെട്ടതായി നാം കാണുന്നു. 10 കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ അവസരത്തിൽ ഒരാൾ മാത്രം വന്ന് കൃതജ്ഞത പ്രകാശിച്ചതിന് ഈശോ മിശിഹ പരോക്ഷമായി ശാസിക്കുന്നുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവൻ തന്നെ മാർ ഔസേപ്പ് പിതാവ് ഈശോ മിശിഹായെ എല്ലാ നിമിഷവും സേവിച്ചെങ്കിൽ ഈശോനാഥൻ ഈ വന്യപിതാവിനോട് എത്രമാത്രം കൃതജ്ഞതയുള്ളവനായിരിക്കും. ഒരു പുത്രൻ സ്വപിതാവിനോട് എല്ലാ വിധത്തിലും കടപ്പെടപ്പെടുന്നുണ്ട്. മാർ ഔസേപ്പ് ഈശോ മിശിഹ ഇവിടെ സ്വാഭാവിക പിതാവല്ല, വളർത്തുപിതാവ് മാത്രമാണ്. എങ്കിലും കേവലം നൈമികമായ ഒരു ബന്ധമല്ല ഈശോ മിശിഹായും മാർ ഔസേപ്പും തമ്മിലുള്ളത്. അവിടെ ദൈവത്തിൻ്റെ പരിപാലനയിൽ മാർ ഔസേപ്പിനെ പൈതൃകമായ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കടമകളും സിദ്ധിച്ചു. തന്നിമിത്തം ഈശോ മിശിഹ മാർ ഔസേപ്പിനോട് ഒരു വിധത്തിൽ കടപ്പെട്ടിരിക്കുന്നു. പൈതൃകമായ അധികാരത്തോടുകൂടി തന്നെ ഇന്നും മാർ ഔസേപ്പിനെ ദിവ്യനാഥനോട് കൽപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു ഉത്തമപുത്രൻ സ്വന്തം പിതാവിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ്. മനുഷ്യപുത്രരിൽ ഏറ്റവും പരിപൂർണനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അവിടുത്തെ വളർത്തുപിതാവിനോട് ഇപ്രകാരം വർത്തിക്കുന്നു. അവൻ അവർക്ക് കീഴ്പ്പെട്ടു ജീവിച്ചു എന്നാണല്ലോ ഈശോയുടെ 30 കൊല്ലത്തെ ജീവിതത്തെ സംഗ്രഹിക്കുന്നത്. പിതാവിൻ്റെ മഹത്വം പുത്രൻ്റെയും. അതിനാൽ മാർ ഔസേപ്പിനെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ബഹുമാനിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അപ്രകാരം നമ്മുടെ വന്യപിതാവിനെ ബഹുമാനിക്കുന്നവരെ ക്രിസ്തുനാഥൻ പ്രത്യേക വിധം അനുഗ്രഹിക്കുന്നതാണ്. നാം ഈശോ മിശിഹായുടെ അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾ എൻ്റെ വളർത്തുപിതാവായ മാർ ഔസേപ്പിൻ്റെ പക്കൽ പോകുവിൻ എന്ന് അരുളി ചെയ്യുന്നുണ്ടായിരിക്കണം. സംഭവം ജർമ്മനിയിൽ ട്രിസ്താസ് എന്ന പട്ടണത്തിൽ ഫ്രാൻസിക്കൻ സഭാംഗങ്ങളായ സന്യാസിനിമാർ ഒരു അനാഥാലയം നടത്തിയിരുന്നു. അനാഥാലയത്തിലെ ആൻഡോറാണിയ എന്ന കുട്ടി ഗുരുതരമായ രോഗം പിടിപെട്ട് തളർന്നു കിടപ്പിലായി. അവളെ പരിചരിച്ച അന്ന എന്ന തരുണി വിശുദ്ധ ഔസേപ്പിൻ്റെ അതീവ ഭക്തയും സുശീലയുമായ ഒരു സ്ത്രീ രത്നം ആയിരുന്നു. കുട്ടി ബധിരയും മൂകയും ആയിത്തീർന്നു. ആൻഡോറാണിയയുടെ കിടക്കരികിൽ വിശുദ്ധ ഔസേപ്പിൻ്റെ സ്വരൂപം സ്ഥാപിക്കുകയും അവളുടെ കഴുത്തിൽ യൗസേപിതാവിൻ്റെ മെഡൽ ധരിക്കുകയും ചെയ്തു. കൂടാതെ ഇവളുടെ രോഗശാന്തിക്കായി അനാഥാലയത്തിലെയും മഠത്തിലെയും അംഗങ്ങളെല്ലാവരും വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു. കൂട്ടപ്രാർത്ഥന നടത്തി. രാത്രിയിൽ ആൻഡോറാണിയ തന്നെ വിശുദ്ധ ഔസേപ്പ് അനുഗ്രഹിക്കാൻ വരുന്നതായി സ്വപ്നം കണ്ടു.
തനിക്ക് രോഗമുക്തി ഉണ്ടായതായി പറയുന്നു. ആൻഡോറാണിയെയാണ് നിദ്രയിൽ നിന്നും ഉണർന്ന മറ്റുള്ളവർ കണ്ടത്. അവരെല്ലാവരും കണ്ടു നിൽക്കെ അവൾക്ക് സംസാരിക്കുവാനും മറ്റുള്ളവർ പറയുന്നത് ശ്രവിക്കുവാനും ഇട വന്നു. അവളെ പരിചരിച്ച അകത്തോലിക്ക ദിക്ഷാകാരൻ പോലും അത്ഭുതപരിതനായി തീർന്നു. മാർ യൗസേപ്പിന്റെ മാധ്യസ്ഥ ശക്തി തെളിയിച്ച ഈ സംഭവം കണ്ട് അന്ത്യവാസികളെല്ലാവരും ഈ പുണ്യപിതാവിനെ കൃതജ്ഞത സ്തോത്രമർപ്പിച്ചു. സംഭവം ജപം. ലോകപരിത്രാതാവായ മിശിഹായെ, അങ്ങയുടെ വളർത്തുപിതാവായ മാർ യൗസേപ്പിനെ ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ സംപ്രീതിക്കർഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പിതാവിനെ സ്തുതിക്കുന്നതിനും ഉത്സാഹരാകുന്നതാണ്. ഈ വന്ധ്യപിതാവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃക അനുസരിച്ച് അങ്ങേ സേവനത്തിൽ ഞങ്ങൾ താല്പര്യരായിരിക്കും. ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും ഈശോയോടു കൂടിയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഉത്തരവാദിത്തപൂർണമായ ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവ മക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങളുടെ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം ഭരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമേ തമ്പുരാനമേ, പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ലുത്തനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷകനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ തൃത്വമേ, വിശുദ്ധ മറിയമേ, വിശുദ്ധ യൗസേപ്പേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര, ദേവകുമാരന്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിന്റെ നാഥനെ, എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ, മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ, മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പേ, മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ, അത്യന്തം അനുസരണമുള്ള വിശുദ്ധ ഔസേപ്പേ, മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ, ക്ഷമയുടെ തർപ്പണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, തൊഴിലാളികളുടെ മാതൃകയെ, കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ, കന്യകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്രമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിപൂർമ്മേ, തിരുസഭയുടെ പാലക, ഭൂലോകഭാഗങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിക്കുട്ടിയായ സംബ്രാനെ, കർത്താവേ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോകഭാഗങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈശ്വരനെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകഭാഗങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈശോതമ്പുരാനെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനും ആക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശ്വസ്തനുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയം നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമീൻ. സുകൃത ജപം. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച മാർ യൗസേപ്പെ, ഞങ്ങളെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിപ്പിക്കണമേ.